and George Jakub Kulikad, official of the Secretary of State responsible for travel. സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നിന്നുള്ള പ്രാർത്ഥനാ നിർഭരമായ ചടങ്ങാണ് നമ്മളിപ്പോൾ തത്സമയം കാണുന്നത്. ഇന്ത്യയിലെ കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നാഴികക്കല്ലായി മാറുന്നൊരു ചടങ്ങ് കൂടിയാണ് ഇതെന്നതാണ് നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ഇപ്പോൾ നടക്കുന്നത്. ജോർജ് ജേക്കബ് കുവക്കാട്ടിൽ പിതാവ് കർദിനാൾ പദവിയിലേക്ക് മാർപ്പാപ്പ അല്പസമയത്തിനകം ആനയിക്കും. മാർപ്പാപ്പയുടെ നേതൃത്വത്തിൽ അവിടെ ചടങ്ങുകൾ തുടരുകയാണ്. Grade of the cardinal each of the new cardinals has been admitted to. നേരിട്ട് കർദിനാൾ പദവിയിലേക്ക് Dear brothers, in the presence of the holy people of God, profess now your faith in the triune God and your fidelity to the Holy Catholic and Apostolic Church. And the new cardinals are now making the profession of faith. മാർപ്പാപ്പയുടെ വിദേശ യാത്രകളിൽ അദ്ദേഹത്തിനൊപ്പം പ്രധാനപ്പെട്ട ചുമതലകൾ ഇനി ഉണ്ടാകും. സഭയിൽ മാർപ്പാപ്പയെ അടക്കമുള്ള പദവികളിലേക്ക് ഒരു പക്ഷേ പരിഗണിക്കപ്പെട്ടേക്കാം. അതിനുള്ള പ്രായവും സമയവും സേവന കാലവും ഒക്കെ അദ്ദേഹത്തിനുണ്ട് എന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രായം ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ സർവീസ് ഉൾപ്പെടെ സേവനം ഉൾപ്പെടെ പരിഗണിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. വത്തിക്കാനിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് നടക്കുന്നു. കേരളത്തിലും പ്രാർത്ഥനാപൂർവ്വം വിശ്വാസികൾ ഈ ചടങ്ങിനെ നോക്കിക്കാണുകയാണ്. ഇന്ത്യൻ സർക്കാർ ഔദ്യോഗികമായി ജോർജ് കുര്യൻ്റെ നേതൃത്വത്തിൽ പ്രതിനിധി സംഘത്തെ വത്തിക്കാനിലേക്ക് അയച്ചിട്ടുണ്ട്. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ, മുൻ മന്ത്രിമാരായ കൊടിക്കുന്നിൽ സുരേഷ്, രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ളവർ എംപിമാരും ആ സംഘത്തിൻ്റെ ഭാഗമായുണ്ട്. കേരളത്തിൽ നിന്നും നിരവധി നേതാക്കൾ അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇരിക്കൂർ MLA സജീവ് ജോസഫ്, ചാണ്ടി ഉമ്മൻ MLA, ജെയ്സ് അഖിൽ, അങ്ങനെ നിരവധി പേർ, നേരത്തെ നമ്മൾ ദൃശ്യങ്ങൾ കണ്ട നിരവധി പേരുടെ പ്രതികരണങ്ങളൊക്കെ ഉണ്ട്. ടോം വടക്കൻ, നിരവധി പേർ അവിടേക്ക് എത്തിയിട്ടുണ്ട്. സഭയുടെ ഭാഗത്തു നിന്നും വിശ്വാസ സമൂഹത്തിൻ്റെ പ്രതിനിധികളായി നിരവധി പേരുണ്ട്. സമീപ രാജ്യങ്ങളിലെ വിശ്വാസികളായ മലയാളികൾ ഒട്ടേറെ പേർ അവിടെ ജോലി ചെയ്യുന്ന ആളുകൾ ഉൾപ്പെടെ വത്തിക്കാനിലേക്ക് എത്തിയിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് എണ്ണത്തിൽ കുറവല്ലാത്ത ഒരു സംഖ്യ ഈ പ്രധാനപ്പെട്ട ചടങ്ങിന് അവിടെ സാക്ഷ്യം വഹിക്കുകയാണ്. സഭയ്ക്ക് പുതിയ രാജകുമാരന്മാർ കർദിനാൾ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നത്. അതിലൊരു മലയാളി കൂടി ഉണ്ട് എന്നതാണ് വളരെ പ്രധാനം. നമ്മളെ സംബന്ധിച്ച് constantly obedient to the Holy Apostolic Roman Church, to the Blessed Peter in the person of the Supreme Pontiff, ac Summo Pontifici Francisco, eiusque successoribus canonice, legitimeque electis, constantem forem, communionem cum Ecclesia Catholica, sive verbis a me prolatis, sive mea gendi ratione, me semper servaturum, nuncia vel secreta omnia, quae mi concredita sint, numquam in ecclesiae damnum, vel dedicus esse evulgaturum, magna denique cum diligentia et fidelitate onera explere, quibus tenor erga ecclesiam, in quam ad meum servitium exercendum secundum iuris prescripta vocatus sum. Ita me Deus omnipotens adiuvet. ഒന്നര മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ചടങ്ങാണ്. ഇപ്പോൾ അരമണിക്കൂർ പിന്നിടുന്നു വത്തിക്കാനിൽ ചടങ്ങുകൾ തുടങ്ങിയിട്ട്. Ad laudem omnipotentis Dei et apostoli et sedis ornamentum, accipite birretum rubrum, cardinalatus dignitati insigne, per quod significator usque ad sanguine in effusionem pro incremento Christianae fede, pace et quiete populi Dei, libertate et diffusione Sante Romane Ecclesiae, vos ipsos intrepidos exhibere debere.